അപ്പം അതിനെതിരെ എല്ലാ കാലത്തും വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് സമരം ചെയ്യുകയാണ് SF. അത് BJP നേതാക്കന്മാരാണെങ്കിൽ പോലും അവർക്കെതിരെ കർശന നടപടി എടുത്തേ പറ്റൂ. അവരെല്ലാം സംരക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹം രാജിവെക്കണം. കേന്ദ്ര സർക്കാരല്ലേ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. മറ്റേ വെളിച്ചപ്പാടിന് വെളിവ് വന്നതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ. നമസ്കാരം, കേരള ചുടിയിലോട്ട് സ്വാഗതം. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദ്യാഭ്യാസ നയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് SFIൻ്റെ ഈ ഒരു രാപ്പകൽ സമരം AGSന് മുന്നിൽ അരങ്ങേറുന്നത്. ഇന്ന് രാവിലെ 11 മണി മുതൽ തുടങ്ങുന്ന ഒരു പ്രതിഷേധം നാളെ ഒരു 10 മണി വരെ ഉണ്ടാവുമെന്നാണ് ഇവർ അറിയിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നീറ്റ് എക്സാം, അതുപോലെ തന്നെ 89 CBSE എക്സാം, 89 ചോദ്യപേപ്പർ ചോർച്ച, അതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നിഫ്റ്റ് എക്സാമിൻ്റെ തകരാറ്, എല്ലാതും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തകരാറ് തന്നെയാണ്. ഈ ഒരു തകരാറ് ഉണ്ടാവുന്നത് മൂലം ഒരു പുതിയ തലമുറയുടെ തന്നെ ഒരു ജീവിതവും അതുപോലെ തന്നെ ഭാവിയാണ് ആശങ്കയിലായിട്ടുന്നത്. എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ചിന്താചാരം ചേരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ നയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് SFIന്റെ ഈ ഒരു രാപ്പകൽ സമരം. എന്താ പറയാനുള്ളത്? അല്ല, വലിയ പ്രശ്നമല്ലേ രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ തന്നെ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ. അപ്പൊ ഇതെല്ലാം രാജ്യത്തെ വിദ്യാർത്ഥികളെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രാജ്യത്തിന്റെ ഭാവി ആശങ്കയിലാകുന്നു, രാജ്യത്തിന്റെ പുതിയ തലമുറ ആശങ്കയിലാണ്. അപ്പം അതിനെതിരെ എല്ലാ കാലത്തും വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് സമരം ചെയ്യുകയാണ് SFI. ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ കർശന നടപടി വേണം, അതാണ് ഒന്നാമതായി ഉന്നയിക്കുന്നത്. അത് BJP നേതാക്കന്മാരാണെങ്കിൽ പോലും അവർക്കെതിരെ കർശന നടപടി എടുത്തേ പറ്റൂ. അവരെല്ലാം സംരക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹം രാജിവെക്കണം. അതോടൊപ്പം തന്നെ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവരുടെ ഭാവി വലിയ പ്രതിസന്ധിയിലായി. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കിട്ടണം. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം. ഇപ്പം ചോദ്യപേപ്പർ ചോർച്ച, ഇതുമായി ബന്ധപ്പെട്ട് എത്ര ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രശ്നമാവുന്നത്. അതുപോലെ തന്നെ ഇത് കുറെ വർഷങ്ങളായി തുടർന്നു വരികയാണ്. ഇതിന്റെ പിന്നിൽ വലിയ റാക്കറ്റുകളും വലിയ ഒരു എന്താണ് പറയേണ്ടത്, സാമ്പത്തിക താല്പര്യമല്ല ഇതിന്റെ പിന്നിൽ വലിയ തോതിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം SFI ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇവിടെ സഖാവ് നന്ദന്റെയും ഭാഗ്യയുടെ എല്ലാം നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ SFI രാപ്പകൽ സമരം നടത്തുന്നു. ഇതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. നാളെ വലിയ പ്രതിഷേധം എറണാകുളത്തുണ്ടാകുന്നുണ്ട്. രാജ്യത്താകെ ഇതിന്റെ പ്രതിഷേധമുണ്ട്. അപ്പൊ ഈ ഒരു പ്രതിഷേധം ആളിക്കത്തും. തീർച്ചയായും ഇപ്പം CJPയുടെ എല്ലാം വലിയ മുന്നേറ്റം നമ്മൾ കാണുന്നുണ്ട്, ചെറുപ്പം ഒന്നടങ്കം മുന്നേറുന്നത്. അപ്പൊ അതിലെല്ലാം എവിടെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമുണ്ടോ അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് ആ മുദ്രാവാക്യങ്ങളോട് ഐക്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം SFI ഇതിന്റെ മുന്നണി പോരാളിയായി വരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 3-4 പ്രതിസന്ധി ഓൾറെഡി ഉണ്ട്. നീറ്റ് എക്സാമിന്റെ CBSEന്റെ 89 ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്. അതിന് പിന്നാലെ നിഫ്റ്റ് എക്സാമിന്റെ ഒരു തകരാറും കൂടെ പറയുന്നുണ്ട്. അതായത് പിന്നെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശന പരീക്ഷകളുടെ എല്ലാം NTA നടത്തിയുള്ള ഒരു എക്സാമാണ്. അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു തകർച്ചയുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ തരത്തിലുള്ള ഒരു എക്സാംസിലും ഈ ഒരു പ്രശ്നം കാണാൻ. അതെ, NTA എന്ന് പറയുമ്പോൾ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ളത് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിയിരിക്കുകയാണ്. കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് പോവുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും. തികച്ചും നല്ലൊരു നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടും SFI ഉയർത്തുന്ന ഈ സമരം രാജ്യത്താകെ വലിയ പ്രതിഷേധമായി വരും. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭരണാധികാരികൾക്ക് അധികം നാൾ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. വലിയ മാറ്റം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇനിയും കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോഴും നമ്മൾ പ്രതിഷേധിക്കും. നല്ലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാരല്ലേ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമ്മുടെ സമരം ഒരുപക്ഷെ നല്ല രീതിയിലേക്ക് നടത്തി അവർ ഇനി മറ്റേ വെളിച്ചപ്പാടിന് വെളിവ് വന്നതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ എന്നാണ്. ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനോട് വിദ്യാർത്ഥി എന്നുള്ള നിലയിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ടൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. സംസ്ഥാന സർക്കാർ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ കേരളത്തിനകത്ത് കാസർഗോഡിനകത്താണ് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് പോലും ഒരു കേരള സർക്കാർ ഇടപെടേണ്ട രീതിയിൽ കേന്ദ്രത്തിനെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ മുന്നോട്ട് വന്നിട്ടില്ല. രാജ്യത്ത് പ്രതികരിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതീകമായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേർ രാജ്യം വിൽക്കുന്നു, രണ്ടുപേർ രാജ്യം വാങ്ങുന്നു എന്ന നിലയിലേക്കാണ് എന്ന് ലോകമാദരിക്കുന്ന എഴുത്തുകാരി
അരുന്ധതി റോയിയെ പോലെയുള്ളവർ പരാമർശിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. മോദിയും അമിത്ഷായും ഈ നാടിനെ വിൽക്കുന്നു, അംബാനിയും അദാനിയും ഈ നാടിനെ വാങ്ങുന്നു. അവർ രണ്ടുപേർ രാജ്യത്തെ വിൽക്കുകയും രണ്ടുപേർ രാജ്യത്തെ വാങ്ങുകയും ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടത്തിന്റെ ഭാഗമായി എല്ലാ പൊതുമേഖലാ സംരംഭങ്ങളെയും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനും കച്ചവടം ചെയ്യാനും വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചു. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ, നമ്മുടെ റെയിൽവേ മേഖല എന്താ ഇപ്പൊ നാം കാണുന്നത്? വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണമാണ് നടക്കുന്നത്. ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്നു ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ലഭിച്ചുകൊണ്ടിരുന്ന മേഖലയായിരുന്നു ഇന്ത്യൻ റെയിൽവേ. ഇന്ന് അവിടെ സ്വകാര്യവൽക്കരണം നടക്കുന്നു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. ചെറുപ്പത്തിന് ജോലി കിട്ടാത്ത സാധ്യതയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുന്നു. ബാങ്കിംഗ് മേഖല, ഇൻഷുറൻസ് മേഖല എന്ന് വേണ്ട, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ സംരംഭങ്ങളെ ഒന്നടങ്കം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനകത്ത് BJPയും RSSന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റും മുമ്പോട്ട് പോകുന്ന കാഴ്ച, അതിനെതിരെ എല്ലാം വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നതാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷം ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, അത് ഈ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു അനീതി ഉണ്ടായാൽ ആ അനീതിക്കെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. ആ വിദ്യാർത്ഥി സമൂഹത്തെ നിശബ്ദമാക്കാൻ പല തന്ത്രങ്ങളും RSSും BJPയും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും സംഘപരിവാരവും ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നമുക്കറിയില്ലേ, ഗവർണർക്കെതിരെ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സഖാക്കളല്ലേ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള എല്ലാ പരിശ്രമങ്ങൾക്കെതിരെയും അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് ഈ നാടിനകത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. അതിന്റെ നേതൃത്വമായി നിൽക്കുന്നത് SFI ആണ്. രാജ്യത്തിനകത്ത് ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെയൊക്കെ പാറ്റകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ നാടിന്റെ യഥാർത്ഥ കരുത്തെന്താണ് എന്ന് ഈ നാടിന്റെ ചെറുപ്പം സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പ്രതികരണം വളരെ വ്യക്തമായി മുമ്പോട്ട് വെച്ചു. നമ്മൾ കണ്ടല്ലോ എത്ര വലിയ പിന്തുണയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആ ഒരു ആശയത്തിന്, ആ ഒരു പ്രതിരോധത്തിന്, അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് ലഭിച്ചത്. അവർ ഉയർത്തുന്ന മുദ്രാവാക്യം പ്രസക്തമാണ് എന്ന നിലപാട് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള എതിർസ്വരങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ് നിങ്ങളെന്ന് പറയാനോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ സമരം ഒരിക്കലും അവസാനിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ എന്നും SFI ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയും പറയുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ എക്സാമോ കൃത്യമായിട്ടുള്ള ഒരു അവകാശം അവർക്ക് നേടിയെടുത്താൽ മാത്രമേ അവർ ഈ ഒരു സമരത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്നുള്ളത് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്.